ഞങ്ങൾ ഇപ്പോഴും 100 എന്നുള്ള നമ്പറിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. വട്ടിയൂർക്കാവിൽ 5000-നും 10,000-നും മതിയായിരിക്കും ഭൂരിപക്ഷം. ശരിയും ഇക്കാര്യത്തിൽ ഇപ്പോൾ വരുന്ന സർവേ ഫലങ്ങളൊക്കെ UDF-ന് വളരെ അനുകൂലമാണ്, കേരളത്തിന് അനുകൂലമാണ്, വട്ടിയൂർക്കാവിൽ അനുകൂലമാണ്. അതുകൊണ്ട് വിജയത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. ജനങ്ങൾ വളരെ ആവേശത്തോടുകൂടിയാണ് ഞങ്ങളെയൊക്കെ വരവേൽക്കുന്നത്. അതുകൊണ്ട് ശുഭപ്രതീക്ഷയാണുള്ളത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായി. ഒരുപക്ഷെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവാണ്. ഇപ്പോൾ ആദ്യം താങ്കൾ BJP CPM ഡീൽ ആരോപിക്കുന്നു, ഇപ്പോൾ തിരിച്ച് പ്രശാന്ത് ആരോപിക്കുന്നു. സത്യത്തിൽ എന്താണ് അങ്ങനെ ഒരു ആരോപണം? അല്ല, ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ഇപ്പോഴത്തെ MLA പറഞ്ഞത് ഞാൻ പരാജയം അംഗീകരിച്ചു എന്നാണ്. ഇപ്പോൾ ഞാൻ തിരിച്ചു വയ്ക്കുന്നത് ഇപ്പോൾ അധികം പരാജയം അംഗീകരിച്ചോ? ഞാൻ ഡീല് പറഞ്ഞപ്പോൾ ഞാൻ പരാജയം അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ അധികം എന്നെ ഡീൽ ആരോപിക്കുന്നു. ഏതായാലും എന്ത് ഡീലുണ്ടെങ്കിലും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയത്തിൽ ആ ഡീലുകളൊന്നും വിജയത്തിനെ ബാധിക്കില്ല. അല്ല, അങ്ങനെ എതിരാളികളെ രണ്ടായി തരംതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 2-3 കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രചരണത്തിലെങ്കിലും ആരോടാണ് കുറച്ചുകൂടി ഫൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ആരോടാണ്? അല്ല, സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങൾക്കാണല്ലോ കൂടുതൽ പ്രാധാന്യം. കേന്ദ്രത്തിനെയും കൊണ്ട്, എന്നാൽ സംസ്ഥാനങ്ങളാണല്ലോ നേരിട്ട് ബാധിക്കുന്നത്. ലോ ആൻഡ് ഓർഡറും വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയും ആരോഗ്യ രംഗത്തെ തകർച്ചയും. കേന്ദ്രത്തിൻ്റെ പിന്നെ പൊതുവായിട്ടുള്ള സമീപനമുണ്ട്. പക്ഷേ സ്റ്റേറ്റ് സബ്ജക്റ്റ് വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുക. ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും പ്രചരണം നടത്തുക. ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇവിടെ വന്നിട്ട് പറഞ്ഞത് മുരളീധരൻ വെറും MLA ആയിരിക്കില്ല ജയിച്ചാൽ എന്നാണ്. അല്ല, അതൊക്കെ പാർട്ടി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇലക്ഷനിൽ UDF ജയിക്കുക, വട്ടിയൂർക്കാവ് ജയിക്കുക, അതാണ് ഞങ്ങളുടെ നയം. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. അതിനൊരു ദേശീയ നേതൃത്വമുണ്ട് പാർട്ടിക്ക്, അവരാ തീരുമാനം എടുക്കട്ടെ. എവിടെ കടുത്ത പോരാട്ടം നടന്നാലും അവിടെ മുരളീധരൻ ഉണ്ട്. വട്ടിയൂർക്കാവ് എൻ്റെ സ്വന്തം വീടായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് നേമത്തെയും തൃശ്ശൂരത്തെയും ഒരവസ്ഥയിലേക്ക് ഇതിനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ തന്നെ തിരഞ്ഞെടുത്താണ് വട്ടിയൂർക്കാവ്. കാരണം എനിക്ക് ഇവിടുത്തെ ജനങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് മാറി മാറി പോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് വിശ്വാസമുള്ളൊരു സ്ഥലത്ത് മത്സരിക്കുകയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ വട്ടിയൂർക്കാവ് സെലക്ട് ചെയ്തത്. അത് ആ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ല. ഒരു കാര്യം കൂടി, ഒരു 24,000 ആയിരുന്നു കഴിഞ്ഞ തവണ പ്രശാന്തിന്റെ ഭൂരിപക്ഷം. ഇത്തവണ UDF പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം എത്രയാണ്? എത്ര സീറ്റിൽ UDF അധികാരത്തിൽ വരുമെന്ന്? ഞങ്ങൾ ഇപ്പോഴും 100 എന്നുള്ള നമ്പറിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. വട്ടിയൂർക്കാവിൽ 5000-നും